सभी दोस्तों को BRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 6वीं कक्षा की एक कविता पढ़ेगी। कविता का नाम है दूब की संदूक। दूब की संदूक कविता का कवि है वसंत सगरगाय। എല്ലാ കൂട്ടുകാർക്കും BRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് ദൂബ് കി സന്ദൂഖ്. കവി വസന്ത് സഗർഖായ്. എല്ലാ കൂട്ടുകാരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലാകുകയുള്ളൂ. ഓരോ വാക്കിൻ്റെയും അർത്ഥവും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ആരംഭിക്കാം, അല്ലേ? കവിത കാ നാം ഹൈ ദൂബ് കി സന്ദൂഖ്. കവിത കാ നാം ഹൈ ദൂബ് കി സന്ദൂഖ്. കവി കാ നാം ഹൈ വസന്ത് സഗർഗായ്. शुरू करें कविता. दूब की संदूक. बैन वाले सब मिलकर बड़ी सी एक संदूक भर दे सारी उसमें वैसाख की कसैली दूब. आने वाले दिनों में देखना बड़ी काम आएगी यह सूच. ബെൻവാലെ നിർമ്മിക്കുക അല്ലെങ്കിൽ നിർമ്മിക്കാം. ബെൻവാലെ സബ് മിൽക്കർ എല്ലാവരും ചേർന്നിട്ട് ബഡീസി ഏക് സന്ദൂഖ്. സന്ദൂഖ് പെട്ടി. സന്ദൂക്കിന് പെട്ടി എന്നാണ് അർത്ഥം. ഭർദേ സാരി ഉസ്മേം. ഭർദേ നിറയ്ക്കണം. അതിൽ എന്താണ് നിറയ്ക്കേണ്ടത്? ഭർദേ നിറയ്ക്കുക. ഭർണ നിറയ്ക്കുക. ഭർദേ സാരി മുഴുവനും. ഉസ്മേം അതിലെ. വൈശാഖ് കി കസൈലി ധൂപ്. വൈശാഖ മാസത്തിലെ, അതായത് വേനൽക്കാലത്തിലുള്ള കസൈലി ധൂപ്. കസൈലി ധൂപ് എന്ന് പറഞ്ഞാൽ അതിശക്തമാകുക. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിലിനെ നിറയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ബെൻവാലെ സബ് മിൽക്കർ ബഡീസി ഏക് സന്ദൂഖ്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു വലിയൊരു പെട്ടി ഉണ്ടാക്കാം. ആ പെട്ടിയിൽ വൈശാഖ മാസത്തിലെ വെയിലിനെ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ നിറയ്ക്കാം. ആനെ വാലെ ദിനോമെയും ദേക്കിന ബഡി കാം ആയേഗി യഹസൂച്ച്. ആനെ വാലെ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന. ദിനോം ദിവസങ്ങളിൽ. ആനെ വാലെ ദിനോമേ വരാൻ പോകുന്ന ദിവസങ്ങളിൽ. ദേക്കിന നിങ്ങൾ നോക്കണം. ബഡി കാം ആയേഗി യഹസൂച്ച്. വലിയ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ബഡി കാം ആയേഗി. ഇതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവും. വലിയൊരു കാര്യം വരും നമുക്ക്. യഹസൂച്ച് ഇത് മനസ്സിലാക്കുക. സൂച്ച് മനസ്സിലാക്കുക, സംചന. ബെൻവാലെ സബ് മിൽക്കർ ബഡി സി ഏക് സന്ദൂഖ്. എല്ലാവരും കൂടി ചേർന്ന് നമുക്കൊരു വലിയൊരു പെട്ടി ഉണ്ടാക്കാം. ഭർദേ സാരി ഉസ്മയും വൈശാഖ് കി കസൈലി ധൂപ്. അതിൽ നമുക്ക് വൈശാഖ മാസത്തിലെ വെയിലിനെ നിറയ്ക്കാം. ആനെ വാലെ ദിനോമെയും ദേക്കിന ബഡി കാം ആയേഗി യഹസൂച്ച്. അപ്പം വരാൻ പോകുന്ന ദിവസം, ആനെ വാലെ ദിനോമേയും വരാൻ പോകുന്ന ദിവസത്തിൽ നോക്കണം നിങ്ങൾ. ബഡി കാം ആയേഗി യഹസൂച്ച് മനസ്സിലാക്കണം. ഇതുകൊണ്ട് നമുക്ക് വലിയൊരു കാര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വരികൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന വിശ്വാസത്തോട് നമുക്ക് അടുത്ത വരികൾ ശ്രദ്ധിക്കാം. ചം ചമാചം ബർസേഗാ ജബ് പാനി. ചം ചമാചം ബർസേഗാ ജബ് പാനി. सूरज होगा मेघों में घुम. सूखा देगी सारा का सारा कीचड़ संदूक की यह धूप. चम चमाचम बरसेगा जब पानी. പാനി വെള്ളം. ബർസന വർഷിക്കുക, വെള്ളം വർഷിക്കുക. എപ്പോഴാണ് വെള്ളം? മഴ പെയ്യുന്ന സമയത്ത്. ചം ചമാചം ബർസേഗ ജബ് പാനി. ഇനി എപ്പോഴാണോ മഴ വർഷിക്കുന്നത്. ചം ചമാചം മഴയുടെ സൗണ്ടാണ്. ചം ചമാചം ബർസേഗ ജബ് പാനി. ഇനി മഴ വർഷിക്കുന്ന ആ സമയത്ത്. സൂരജ് ഹോഗ മേഘോ മേഘും. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ.
ഹോഗ മേഘോ സൂരജ് ഹോഗ മേഘോ മെം ഖും എന്ന് വെച്ചാൽ എന്താണ്? സൂര്യൻ മേഘത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കും. ഖും ഖും മറഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സൂരജ് ഹോഗ മേഘോ മെം ഖും, അതായത് സൂര്യൻ മേഘത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കും, ഇല്ലെങ്കിൽ മറഞ്ഞിരിക്കും. സൂക്ക ദേഗി സാരാക്ക സാരാ ഖീജഡ് സന്ദൂക്ക് കി യഹ്ദൂബ്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സൂക്ക ദേഗി, സൂഖ്ന ഉണക്കുക, ഉണക്കുക, സൂഖ്ന ഉണക്കുക. ദേഗി സാരാക്ക സാരാ കീജഡ്, കീജഡ് എന്താണ്? കീജഡ് ചെളി. സന്ദൂക്ക് കി യഹ്ദൂബ്, അപ്പം മഴ പെയ്യുന്ന ആ സമയത്ത് ചെളി ഉണ്ടാകും. ആ ചെളിയെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പെട്ടിയിലുള്ള വെയിൽ കൊണ്ട് ഉണക്കാം എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ നോക്കാം. ചം ചമാചം ബർസേഗാ ജബ് പാനി സൂരജ് ഹോഗാ മേഘോ മെം ഖും സൂഖാ ദേഗി സാരാ കാ സാരാ കീജഡ് സന്ദൂക്ക് കി യഹ്ദൂബ്. ചം ചമാചം ബർസേഗാ ജബ് പാനി, എപ്പോഴാണോ മഴ വർഷിക്കുന്നത്. സൂരജ് ഹോഗാ മേഘോ മെം ഖും, സൂര്യൻ മേഘത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നത്. സൂക്ക ദേഗി സാരാക്ക സാരാ കീജഡ്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സൂക്ക ദേഗി ഉണക്കാം. എന്തിനെ ഉണക്കാം? സാരാക്ക സാരാ കീജഡ്, മുഴുവൻ ചെളിയും, അതായത് മഴ പെയ്ത് ഉണ്ടാകുന്ന ചെളി മുഴുവനും നമുക്ക് എന്ത് ചെയ്യാം? ഉണക്കാം. എന്തുകൊണ്ട് ഉണക്കാം? സൂരജ് സന്ദൂക്ക് കി യഹ്ദൂബ്, ആ പെട്ടിയിലെ സന്ദൂക്ക് കി യഹ്ദൂബ്, സന്ദൂക്ക് പെട്ടിയിലുള്ള ഈ വെയിൽ കൊണ്ട് നമുക്ക് ആ ചെളിയെല്ലാം ഉണക്കാം. അടുത്ത ജാഡോ മെയും ലിയെ ആട് കൊഹരേക്ക് सूरज जब भागेगा धरती से दूर आंगन में टिटूरती दादी पर ഉജാലെങ്കെ ഭർ ഭർ മുട്ടി സന്ദൂക്ക് കി യഹ്ദൂബ്. അടുത്ത് പറയണം ജാഡോമേം, ജാഡോം മഞ്ഞുകാലം, ജാഡ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം എന്നാണ് അർത്ഥം. ജാഡോമേയും ലിയെ ആട് കൊഹരേക്ക്, ആടെന്ന് പറഞ്ഞാൽ നിഴലാണ്. കൊഹരെ, കൊഹരെ മൂടൽ മഞ്ഞ്. അപ്പം മഞ്ഞുകാലത്ത് എന്താണ്? മൂടൽ മഞ്ഞിൻ്റെ നിഴലുണ്ട്. അതായത് മൂടൽ മഞ്ഞ് എല്ലായിടത്തും പരക്കും. ആ സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. സൂരജ് ജബ് ഭാഗേഗ ധർത്തി സേ ദൂർ, ആ സമയത്ത് സൂരജ് ജബ് ഭാഗേഗ, അപ്പോൾ എന്ത് ചെയ്യും? ഭാഗേഗ, ഭാഗേഗ ഓടിപ്പോവുക. ഭാഗേഗ ധർത്തി സേ ദൂർ, അപ്പോൾ സൂര്യൻ ഭൂമിയിൽ നിന്ന് അങ്ങ് ദൂരെ ഓടിപ്പോകും, അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോകും. ആങ്കൻ മേം ടിട്ടൂർത്തി ദാദി പർ, ആ സമയത്ത് ആങ്കൻ, ആങ്കൻ എന്ന് പറഞ്ഞാൽ മുറ്റം. ആങ്കൻ മേം ടിട്ടൂർത്തി, ടിട്ടൂറിന് വിറയ്ക്കുക, ടിട്ടൂർത്തി ദാദി പർ, അപ്പം മുറ്റത്ത് വിറച്ചു കൊണ്ടിരിക്കുന്ന അമ്മൂമ്മയ്ക്ക് ഉജാലെങ്കെ, ഉജാലെങ്കെ കോരി കൊടുക്കുക, നമ്മുടെ കൈ കൊണ്ട് കോരി കൊടുക്കുക. ഉജാലെങ്കെ ഭർ ഭർ, ഭർ ഭർ നിറയെ. മുട്ടി, മുട്ടി എന്ന് പറഞ്ഞാൽ കൈമുഷ്ടിയാണ്, മുട്ടി എന്ന് പറഞ്ഞാൽ കൈമുഷ്ടി. ഉജാലെങ്കെ ഭർ ഭർ മുട്ടി സന്ദൂക്ക് കി യഹ്ദൂബ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ പെട്ടിയിലുള്ള വെയിലിനെ നമുക്ക് എന്ത് ചെയ്യാം? അമ്മൂമ്മയ്ക്ക് കൈക്കുമ്പിൾ കൊണ്ട് കോരി കോരി കൊടുക്കാം എന്നാണ് കവി പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ജാഡോമയും ലിയെ ആട് കൊഹരേക്ക്, അപ്പം തണുപ്പ് കാലത്ത് മൂടൽ മഞ്ഞിൻ്റെ നിഴൽ ഉണ്ടാകും. ആട് കൊഹരേക്ക് സൂരജ് ജബ് ഭാഗേഗ ധർത്തി സേ ദൂർ, ആ സമയത്ത് നമ്മുടെ സൂര്യൻ ഭൂമിയിൽ നിന്ന് അങ്ങ് ദൂരെ ഓടിപ്പോകും, മറഞ്ഞു പോകും, ഒളിച്ചോടിപ്പോകും എന്ന് പറയണം. ആങ്കൻ മേം ടിട്ടൂർത്തി ദാദി പർ, ആ സമയത്ത് മുറ്റത്ത് വിറച്ചു കൊണ്ടിരിക്കുന്ന ദാദിക്ക് ഉജാലെങ്കെ ഭർ ഭർ മുട്ടി സന്ദൂക്ക് കി യഹ്ദൂബ്, ആ സമയത്ത് നമുക്ക് അമ്മൂമ്മയ്ക്ക് എന്ത് ചെയ്യാം? മുറ്റത്ത് വിറച്ചുകൊണ്ടിരിക്കുന്ന അമ്മൂമ്മയ്ക്ക് ഈ പെട്ടിയിലെ വെയിലിനെ നമുക്ക് കൈക്കുമ്പിൾ കൊണ്ട് കോരി കോരി കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പം കൂട്ടുകാർ ശ്രദ്ധിക്കണം, ഈ കവിതയിൽ 3 കാലാവസ്ഥയെ പറ്റിയാണ് കവി പറയുന്നത് അല്ലേ. അതായത് ഈ പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഈ ഈ വെയിൽ കൊണ്ട് വരും കാലങ്ങളിൽ നമുക്ക് പ്രയോജനമുണ്ടാകും എന്ന് കവി പറയുകയാണ്. അതിനാണ് എന്ത് ചെയ്തത്? ബോക്സിൻ്റെ അകത്ത്, അതായത് പെട്ടിക്കകത്ത് അടച്ചു വെച്ചത്. അപ്പം 3 കാലങ്ങളാണ് ഇവിടെ പറയുന്നത്: വേനൽക്കാലം, മഴക്കാലം, തണുപ്പ് കാലം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. നോക്കൂ.
ബൻവാലെ സബ് മിൽക്കർ ബഡി സി ഏക് സന്ദൂഖ് ഭർ ദേ സാരി ഉസ്മേം വൈസാഖ് കി കസൈലി ധൂപ് ആനെ വാലെ ദിനോം മെയും ദേഖ്ന ബഡി കാം ആയേഗി യേ സൂച്ച്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് വലിയൊരു പെട്ടി ഉണ്ടാക്കാം. ആ പെട്ടിയിൽ വൈശാഖ മാസത്തിൽ വെയിലിനെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് എന്താണ് ചെയ്യുക, വരും കാലത്ത് വരും ദിവസങ്ങളിൽ ഇതുകൊണ്ട് നമുക്ക് വലിയൊരു കാര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചംചമാ ചം ബർസേഗ ജബ് പാനി സൂരജ് ഹോഗ മേഘോ മേം ഘും. ഇനി മഴ വർഷിക്കുന്ന സമയത്ത് സൂര്യൻ എന്ത് ചെയ്യും, മേഘത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കും. സൂക്ക ദേഗി സാരാ കാ സാരാ കീജഡ് സന്ദൂക്ക് കി യഹ്ദൂബ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മേഘത്തിൻ്റെ ഇടയിൽ സൂര്യൻ ഒളിക്കുമ്പോഴത്തേക്ക് എന്താണ്, മഴ പെയ്ത് ഉണ്ടാകുന്ന ചെളിയെ നമുക്ക് ഈ പെട്ടിയിലുള്ള വെയിൽ കൊണ്ട് ഉണക്കാം എന്ന് കവി പറയുകയാണ്. ജാഡോമേയും ലിയെ ആട് കൊഹരേക്ക് സൂരജ് ജബ് ഭാഗേഗി ധർത്തി സെ ദൂർ. ഇനി മഞ്ഞുകാലത്ത് തണുപ്പിൻ്റെ മൂടൽമഞ്ഞിൻ്റെ നിഴല് ഉണ്ടാകും. ആ സമയത്ത് സൂര്യൻ എന്ത് ചെയ്യും, സൂരജ് ജബ് ഭാഗേഗി ധർത്തി സെ ദൂർ. ആ സമയത്ത് സൂര്യൻ ഭൂമിയിൽ നിന്ന് അങ്ങ് ദൂരെ ഒളിച്ചോടിപ്പോകും. ആംഗനുമേം ടിറ്റൂർത്തി ദാദി പർ. അപ്പോൾ മുറ്റത്ത് വിറച്ചു കൊണ്ടിരിക്കുന്ന മുത്തശ്ശിക്ക് ഉജാലെങ്കെ ഭർ ഭർ മുട്ടി സന്ദൂക്ക് കി യഹ്ദൂബ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പെട്ടിയിലുള്ള വെയിലിനെ നമുക്ക് കൈക്കുമ്പിൾ കൊണ്ട് അമ്മൂമ്മയ്ക്ക്, ആ മുത്തശ്ശിക്ക് കോരി കൊടുക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കവിതയിൽ 3 കാലാവസ്ഥയെ പറ്റിയാണ് കവി പറയുന്നത്. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം. ഹിന്ദിയിൽ പറഞ്ഞ ഗർമി, फिर वर्षा और जाड़ा. इन 3 मौसम के बारे में कवि इस कविता में कह रहा है. എല്ലാ കൂട്ടുകാർക്കും കവിതയുടെ ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു വിഷയവുമായി കണ്ടുമുട്ടും. ഏവർക്കും നന്ദി.